ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്നൊരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. റൂം മൊത്തം അടുക്കി പെറുക്കി ഒരു തല വരെ അടിച്ച് തുടക്കണ ഒരു വീഡിയോ ആണ് കേട്ടോ. റാക്കിൻ്റെ മേലടക്കം ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഹോൾക്ക് എടുത്ത് വെച്ചിട്ട് റൂമിലത്തെ മൊത്തം സാധനങ്ങളും ഹോൾക്ക് എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ തട്ടിക്കൊട്ടി അടിച്ചു വരുന്നത്. റാക്കിൻ്റെ മേലെ തൊട്ടിട്ട് കുറേ ആയതുകൊണ്ട് കുറച്ചധികം പൊടി അവിടെ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മൊത്തം മാറാലയൊക്കെ തട്ടിക്കളയായിരുന്നു കേട്ടോ. ഹോളാണെങ്കിൽ ഫുള്ള് നിറഞ്ഞൊക്കെയായിരുന്നു ഈ റൂമിലത്തെ സാധനങ്ങളും കൊണ്ട് കേട്ടോ. ഇത്രയും സാധനങ്ങൾ ഈ റൂമിലുണ്ടായിരുന്നു. ഞങ്ങൾ തന്നെ അറിയണ ഹോളിക്ക് ഈ റൂമിലത്തെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുമ്പോഴാണ് കേട്ടോ. മൊത്തം അടിച്ച് തുടക്കുക എന്ന് പറഞ്ഞ ഒരു തല വരെ അടിച്ചു തുടക്കായിരുന്നു. ഞാനും പൊന്നും കൂടിയിട്ടാണ് കേട്ടോ അടിച്ചു തുടച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒറ്റക്കല്ല. ജനലൊക്കെ വൃത്തിയാക്കുന്നുണ്ടായിരുന്നു. ജനലൊക്കെ പൊടി അടിച്ചു വാരി കഴിഞ്ഞപ്പോൾ പൊടിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ തട്ടിക്കൊട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മൊത്തം പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കട്ടിലിൻ്റെ അടിയിലാണെങ്കിൽ ചെറുതായിട്ടൊരു മാറാലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ മറിച്ചിട്ട് അതൊക്കെ തട്ടിക്കൊട്ടിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ റൂം മൊത്തം അടിച്ച് കൂട്ടി നോക്കുമ്പോൾ ഇത്രയും പൊടി ഈ റൂമിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. റാക്കിൻ്റെ മേലൊക്കെ തൊട്ടിട്ട് കുറേ ആയി. അതുകൊണ്ടുള്ള പൊടികളാണിത്. അടിച്ചു വാരലൊക്കെ കഴിഞ്ഞതിന് ശേഷം ജനലിലെ കമ്പികൾ കൂടിയൊക്കെ നിറച്ച് പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളം കൂട്ടി ഒരു തുണി നനച്ചിട്ട് അതൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ നല്ല പൊടിയായിട്ട് നിൽക്കുമല്ലോ വെറുതെ വെള്ളമാക്കാതെ തട്ടി കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ വെള്ളമാക്കിയിട്ട് തട്ടി കൊടുക്കുകയാണെങ്കിൽ നേരെ തുടച്ചെടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് വെള്ളം കൊണ്ടൊക്കെ തുടച്ചെടുക്കുകയാണ് കേട്ടോ. രണ്ട് സൈഡത്തെ ജനൽമേ നന്നായി തുടച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ റൂമൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷം അടുക്കളയിൽ വന്ന് നോക്കുമ്പോൾ ബീഫ് ഉണ്ടാക്കേണ്ട പണിയിലാണ് കേട്ടോ ഉമ്മ. കുക്കറിൽ ചോറും വെച്ചിട്ടുണ്ട്. ബീഫ് അന്നേരം കാത്തിക്കാൻ വയ്യാത്തത് കൊണ്ടൊരു പൈനാപ്പിളൊക്കെ മുറിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കിന് ചോറൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കിന് ചോറും ബീഫൊക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു പണിയൊക്കെ എടുത്തുകൊണ്ട്. അത് കഴിഞ്ഞ് ഈ ഒരു തണ്ണിമത്തനും കഴിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ എത്രയേ ഉള്ളൂ.